ഗുഡ് മോർണിംഗ്. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷൻ മോൺസ്റ്റർ. നമ്മൾ സംസാരിക്കുന്നത് സൈക്കോളജി ഓഫ് ലിവിങ്ങിലെ ആറ്റിറ്റ്യൂഡിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അതായത് ഡെവലപ്പിംഗ് പീപ്പിൾ, ആറ്റിറ്റ്യൂഡ് ഓഫ് ഡെവലപ്പിംഗ് പീപ്പിൾ. അതായത് ആളുകളെ ഡെവലപ്പ് ചെയ്യാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ദർ ആർ സർട്ടൻ പീപ്പിൾ ഹു ഇസ് ഹാവിങ് ടു ഡെവലപ്പ് പീപ്പിൾ. ആളുകളെ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര വലിയ ഈസിയുള്ള കാര്യമൊന്നുമല്ല, അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമാവില്ല, അങ്ങനെ എല്ലാവരും അത് ചെയ്തു കൊള്ളണം എന്നുമില്ല. സോ ആറ്റിറ്റ്യൂഡ് ഓഫ് ഡെവലപ്പിംഗ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അത് ബിസിനസ്സുകാർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാർ അവർക്ക് ട്രൂ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് കോർ ടീമിനെ അവർ ഡെവലപ്പ് ചെയ്യും, ഇന്നർ ടീമിനെ അവർ ഡെവലപ്പ് ചെയ്യും, അവരുടെ സർക്കിളിനെ അവർ ഡെവലപ്പ് ചെയ്യും, അവരുടെ ഇന്നർ സർക്കിളിനെ അവർ ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെ പലതിനെയും അവർ ഡെവലപ്പ് ചെയ്യും. സെപ്പറേറ്റ് ബ്രാഞ്ചസും കാര്യങ്ങളുണ്ടെങ്കിൽ അതിലേക്കുള്ള ആളുകളെ അവർ കൂടെ നടന്ന് ഡെവലപ്പ് ചെയ്യും. എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് കാലഘട്ടം എനിക്കൊരു ഓർമ്മയുണ്ട്. 2000 മുതൽ 2020 വരെയുള്ള ദീർഘമായ കാലത്തിൽ ഒരുപാട് ആളുകളെ വലിയ ബിസിനസ്മാൻമാരാക്കാൻ പറ്റിയെന്നുള്ളത് ഡെവലപ്പിംഗ് പീപ്പിൾ ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സമയത്ത് ആ ആറ്റിറ്റ്യൂഡ് എപ്പോഴും കണ്ടിന്യൂ ആവുമെന്നുള്ളതാണ്. രണ്ടാമതൊരു വിഭാഗം ലീഡേഴ്സാണ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ബിസിനസ് ലീഡേഴ്സിനപ്പുറത്ത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവരുടെ ട്രൂ പൊളിറ്റിക്കൽ ലീഡർ ആണെങ്കിൽ അവരുടെ ജൂനിയർ ടീം, ഇന്നർ ടീം, കോർ ടീം, അവരുടെ ഓരോ സർക്കിൾസിനെയും അവർ ബിൽഡ് ചെയ്യും. അവർക്ക് ആറ്റിറ്റ്യൂഡ് ഓഫ് ഡെവലപ്പിംഗ് പീപ്പിൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. പിന്നെ ഉണ്ടാവാൻ സാധ്യത ടീച്ചേഴ്സിനാണ്. ടീച്ചേഴ്സിന് ആറ്റിറ്റ്യൂഡ് ഓഫ് ഡെവലപ്പിംഗ് പീപ്പിൾ തന്നെയാണ്. ആളുകളെ ഡെവലപ്പ് ചെയ്യാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഇനി നമ്മൾ ചോദിക്കേണ്ടത്, വീട്ടച്ഛനും വീട്ടമ്മ എന്നുള്ള നിലക്ക് എത്ര അമ്മയ്ക്കും എത്ര അച്ഛനും മക്കളെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഡെവലപ്പിംഗ് എന്നുള്ള തോട്ടിൽ നിൽക്കുന്നുണ്ടെന്നുള്ള. നമ്മളുടെ മക്കളെ സ്റ്റുഡൻ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ കിഡാക്കി ചൈൽഡാക്കി മെയിൻറ്റെയിൻ ചെയ്യാനാണോ, അതല്ലെങ്കിൽ ഒരു ഗ്രോ ചെയ്യുന്ന മെച്യൂർഡ് ആയിട്ടുള്ള തിങ്കിങ് ലെവൽ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ തോട്ടുള്ള ഒരാളായിട്ട് മാറ്റുന്നതിനെ കുറിച്ചാണോ അച്ഛനും അമ്മയ്ക്കുള്ള തോട്ട്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നേരത്തെ നമ്മൾ വളരെ അടുത്തറിയുന്ന ഒരാൾ വീട്ടിലെ മക്കൾക്ക് എന്താ പറയുക, കാശും ബുക്കൊക്കെ കൊടുത്ത് വീട്ടിലെ കാര്യങ്ങൾ മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ സം ഓഫ് ദ പീപ്പിൾ ആസ്ക്ഡ് അമേസിംഗ്ലി, ഈസ് ഇറ്റ് ഹാപ്പനിങ് റിയലി? ഇങ്ങനെ ശരിക്കും സംഭവിക്കുമോ? വീട്ടിലുള്ള കുട്ടികളെ ഓരോ മന്ത്രിമാരാക്കി മാറ്റി അവർക്ക് ശമ്പളം കൊടുത്ത് അവർക്ക് ഇൻസെൻറ്റീവ് ഒക്കെ കൊടുത്ത് മാസം മാസം മന്ത്രിമാരെ ഓരോ പൊസിഷൻ മാറ്റി അവരെ വർക്ക് ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അവരെ ഡെവലപ്പ് ചെയ്യുക. ഇറ്റ്സ് കോൾഡ് ഡെവലപ്പിംഗ് പീപ്പിൾ. ഇപ്പം ഡെവലപ്പിംഗ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈയിടെ എനിക്ക് അത്ഭുതം തോന്നിയൊരു ഒരു US ലേഡി അവരുടെ മക്കൾക്ക് ഇതേപോലെ ആക്ടിവിറ്റികൾ കൊടുക്കുകയും ആ ആക്ടിവിറ്റികൾക്ക് ശമ്പളം കൊടുക്കുകയും ആ ശമ്പളത്തിൽ നിന്ന് അവർ മാസാമാസം കുട്ടികളോട് വാടക തിരിച്ചു വാങ്ങുകയും ചെയ്യുന്നൊരവസ്ഥ. ചെറിയ കുട്ടികളാണ്, 5 വയസ്സ് 8 വയസ്സ്, 5-ലൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികൾ, ബിലോ 10 years old. സോ ഐ ഹാഡ് സീൻ ദിസ് വീഡിയോ. ഇറ്റ്സ് സച്ച് എ ഗ്രേറ്റ് ആൻഡ് അമേസിങ് വൺ. അതിനകത്തുള്ള ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് എവർ സാലറി ദേ ആർ ഗിവിങ്, ആ സാലറിയിൽ നിന്ന് കുട്ടികളോട് തന്നെ റെന്റ് ഇങ്ങോട്ട് അമ്മ തിരിച്ചു വാങ്ങും. അപ്പോൾ കുട്ടികൾ ഒരു സം ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്, അവർ സാലറി കളക്ട് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് സെർട്ടൺ എമൗണ്ട് റെൻ്റായിട്ട് തിരിച്ച് നമുക്ക് കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഡെവലപ്പിംഗ് ആറ്റിറ്റ്യൂഡ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡെവലപ്പിംഗ് ആറ്റിറ്റ്യൂഡ്. സോ അവർക്ക് ക്യാഷ് കിട്ടുന്നു, അവർ ക്യാഷ് കൗണ്ട് ചെയ്യുന്നതിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്, അവരത് എടുത്തു വെക്കുന്നുണ്ട്, മാസം റെൻറ്റ് കൊടുക്കാനുണ്ട്, ഈ മാസം ഞാൻ കുറച്ചുകൂടി വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കണം. ആക്ച്വലി ഇതിനകത്തുള്ള പൊരുളൊക്കെ നോക്കുമ്പോൾ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് ഇവൻച്വലി ദിസ് കിഡ്സ് വിൽ ഗ്രോ ലൈക്ക് എനിത്തിങ്. എന്തുമായിട്ടും അവർ ഗ്രോ ചെയ്യും. കാരണം ബിക്കോസ് എസ്പെഷ്യലി മോം ഈസ് സീരിയസ്ലി ഇൻവോൾവ് ഇൻ ഡെവലപ്പ്. സോ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ അച്ഛൻ അമ്മ എന്നുള്ള നിലക്ക് കുട്ടികളെ ഓരോ പൊസിഷനൈസ് ചെയ്ത് ബിൽഡ് ചെയ്യാനുള്ള പ്രവൃത്തികളിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? അവരെ ഏതൊക്കെ രൂപത്തിൽ? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് കോച്ച് എന്ന് പറഞ്ഞു, അസ്കർ സാറെ മക്കൾക്ക് 12th ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, അവരോട് മാസം മാസം 5,000 റുപ്പീസ് റെൻറ്റ് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ ഡിഗ്രി പഠിക്കുന്ന കൂടെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്തോന്ന് പറഞ്ഞിട്ട് പാർട്ട് ടൈം ആയിട്ട്, അല്ലെങ്കിൽ 5,000 അടുത്ത മാസം മുതൽ തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അവരോട് പുറത്ത് പോയി എവിടെയെങ്കിലും പോയി റെൻറ്റിന് വീട് എടുക്കാൻ പറഞ്ഞു. ഇവിടെ താമസിക്കുന്ന റെന്റ് തരണം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് അവരിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് ടു ഡെവലപ്പ്, ഇറ്റ്സ് ടു ബിൽഡ് അപ്പ്. സോ അത് എല്ലാ ആളുകൾക്കും കഴിയില്ല. വളരെ സീരിയസ് ആയിട്ട് സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഗൗരവത്തോടു കൂടി മനസ്സിലാക്കിയിട്ട് ബിൽഡ് ചെയ്യുന്ന ആളുകൾ, കോച്ചസ് ചെയ്യുന്നത്, ഫിസിക്കൽ കോച്ചസ് ഡെവലപ്പിംഗ് പീപ്പിൾ ആറ്റിറ്റ്യൂഡുള്ള ആളുകളായിരിക്കും. ടീം കോച്ചസ്, സ്പോർട്സ് ടീം കോച്ചുകൾ ഡെവലപ്പിംഗ് ടീം
ഡെവലപ്പിംഗ് പീപ്പിൾ ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും. അതേപോലെ നല്ല ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ്, ട്രെയിനേഴ്സ് ഒക്കെ ഇത്തരത്തിലുള്ള ആളുകളായിരിക്കും. അതേപോലെ മെൻറ്റേഴ്സ്, ഗുരൂസ്, പിന്നെ കോർപ്പറേറ്റ് ട്രെയിനേഴ്സ് ഒക്കെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളായിരിക്കും. സോ ദർ വിൽ ബി L&D, ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പലപ്പോഴും നല്ല നല്ല ക്വാളിറ്റിയുള്ള ആളുകളെ പലപ്പോഴും അപൂർവമായിട്ടെങ്കിലും നമ്മൾ കാണാറുണ്ട്. ആളുകൾ ഡെവലപ്പ് ചെയ്യണമെന്നും വെറുതെ അതിൻ്റെ ഷെഡ്യൂൾ നടക്കണം എന്നതിനപ്പുറത്തേക്ക് ആളുകൾ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഓറഞ്ച് ആപ്പിളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇറ്റ്സ് ആക്ച്വലി സ്കിൽ ചേമ്പർ, ഓറഞ്ച് ആപ്പിൾ സ്കിൽ ചേമ്പറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കളറിംഗ് ലൈഫ്സ് ഫ്രൂട്ട്ഫുള്ളി എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ ജീവിതത്തിന് ഫലവത്തായ നിറം പകർന്ന് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അവർ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള നിറങ്ങൾ, അതാണ് ഓറഞ്ച് കളറുള്ള ആപ്പിൾ. ആ നിറത്തിലേക്ക് അവരുടെ ജീവിതത്തെ കൊണ്ടുപോകാനാണ് ഓറഞ്ച് ആപ്പിൾ പലപ്പോഴും ശാന്തമായി ഭഗീരഥ പ്രയത്നത്തിലൂടെ മാനസികമായ ഉല്ലാസം ക്രിയേറ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 1500-ാം ദിവസത്തിൻ്റെ പ്രോഗ്രാമിലോ മറ്റോ നമ്മൾ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. ഏതായിരുന്നാലും ഡിസ്കസ് ചെയ്തതായിട്ട് ഓർക്കുന്നു. ആളുകൾക്ക് ഏറ്റവും മികച്ച ഇത് കൊടുക്കാൻ സാധിക്കുന്ന ഒരു കഴിവുള്ള സോഷ്യൽ ലീഡർ, അതിനൊരു വലിയ മന്ത്രി എം എൽ എ ഒന്നും ആവണ്ട, ഒരു വാർഡ് മെമ്പറോ അല്ലെങ്കിൽ ഒരു കുറച്ച് വീടുകളുടെ ക്ലസ്റ്റർ മെമ്പറോ അവരുടെ ലീഡറോ ഒക്കെ ആയാൽ മതി. ഒരു ചെറിയ 5 പേരുടെ ഒരു ക്ലസ്റ്ററിൻ്റെ ഹെഡ് ആയാൽ മതി. സോ അവിടെ പോലും അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആറ്റിറ്റ്യൂഡ് പുട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഡെവലപ്പിംഗ് പീപ്പിൾ. ആളുകളെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. സോ എനിക്ക് പറയാനുള്ളത്, ഈ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടോ ഇല്ലയെന്ന് നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടത്, നമുക്ക് അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്ത് വരികയും നമ്മൾ കുറച്ച് ആളുകളെ, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ ഡെവലപ്പ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ്, അഡ്വൈസ് ചെയ്യാവുന്ന, ഓവറായിട്ട് വറീഡ് ആക്കാത്ത, പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രൂപത്തിലുള്ള അഡ്വൈസസ് ഒക്കെ കൊടുക്കാനും സാധ്യമാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ നന്നായിരിക്കും. സോ ഐ ട്രൂലി ബിലീവ് സം സക്സസ്ഫുൾ ലീഡേഴ്സ്, when I'm working with some successful leaders, they love to talk something which they wanted to mean. എന്നിൽ ഉണ്ടാകാമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവർ പറയാറുണ്ട്. സോ റിയലി വണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ലീഡേഴ്സാണ്. അവരൊക്കെ നമ്മളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുകയും ഗ്രോത്ത് ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാനിപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, വളരെ ബഹുമാനത്തോടു കൂടി, ആദരവോടു കൂടി ഓർക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ദർ ആർ സോ മെനി നെയിംസ്. ഒരുപാട് ആളുകളെ, ഒരുപാട് പേര് ഇന്ത്യയിൽ നിന്നും, ദുബായിൽ നിന്നും, UAE നിന്നും, ഖത്തറിൽ നിന്നും, അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്നും, മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളുടെ പേര് പറയാൻ പറ്റും. അത്തരത്തിലുള്ള ആളുകൾ പലരും പല സന്ദർഭങ്ങളിലും നമ്മളുടെ ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുകയും കൊതിക്കുകയും അതിനുവേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ഒത്തിരി ഒത്തിരി ആളുകളുണ്ട്. ഒരുപക്ഷെ ഒരുപാട് ആളുകൾ പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. സോ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. സോ ബി കെയർഫുൾ. ആറ്റിറ്റ്യൂഡ് ഓഫ് ഡെവലപ്പിംഗ് പീപ്പിൾ എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആൻഡ് ലവിങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, കമ്പാഷനേറ്റ് ആയിട്ടുള്ള, എംപത്തിക്കൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടോ എന്നുള്ളത് നോക്കുക. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. സോ ഐ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. God bless. And thank you so much. I love you all. Bye.